നേതാക്കൾക്കിടയിൽ ഐക്യമുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ നിശ്ചയിച്ച സംയുക്ത വാർത്താ സമ്മേളനം കെപിസിസി മാറ്റിവെച്ചു. കാർ അപകടത്തിൽ പരിക്കേറ്റ എഐസിസി സെക്രട്ടറി പി.വി. മോഹനനെ കാണാൻ നേതാക്കൾക്ക് കോട്ടയത്തേക്ക് പോകാനുള്ളതിനാലാണ് മാറ്റിവെച്ചതെന്നാണ് വിശദീകരണം. രാഷ്ട്രീയകാര്യ സമിതിയിലും പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനമുണ്ടായതോടെ ഐക്യം എത്രമാത്രം സാധ്യമായെന്ന ചോദ്യം ബാക്കിയാണ്. ഇങ്ങനെയൊന്നും പോയാൽ പറ്റില്ലെന്നായിരുന്നു കെപിസിസി രാഷ്ട്രീയകാര്യ സമിതിയുടെ പൊതുവികാരം. ഐക്യം സർവ്വതല സ്പർശിയായില്ലെങ്കിൽ മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന് നേതാക്കൾ തുറന്നടിച്ചു. അതിനിടയിൽ തന്നെ ചോദ്യം ചെയ്ത എ.പി. അനിൽകുമാറിന്റെ നടപടി പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിക്കുകയും ചെയ്തു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതോടെ എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കൊപ്പം പ്രതിപക്ഷ നേതാവും കെപിസിസി പ്രസിഡന്റും സംയുക്ത വാർത്താ സമ്മേളനം നടത്താൻ രാഷ്ട്രീയകാര്യ സമിതി തീരുമാനിച്ചു. ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് അണികളെ ബോധ്യപ്പെടുത്താനായിരുന്നു നേതൃത്വത്തിന്റെ നീക്കം. ഇന്നത്തേക്ക് വാർത്താ സമ്മേളനം നിശ്ചയിച്ചു പിരിയുകയും ചെയ്തു. അതിനിടയിലാണ് യോഗം കഴിഞ്ഞു മടങ്ങിയ എഐസിസി സെക്രട്ടറി പി.വി. മോഹനന് പാലയിൽ വെച്ച് വാഹനാപകടത്തിൽ പരിക്കേറ്റത്. നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് മോഹനന്റെ കാൽ ഒടിഞ്ഞു. അദ്ദേഹത്തെ കാണാനായി നേതാക്കൾക്ക് പോകേണ്ടത് ചൂണ്ടിക്കാട്ടി വാർത്താ സമ്മേളനം മാറ്റുകയും ചെയ്തു. ഇതിനിടയിലും നിയമസഭയ്ക്ക് ശേഷം തിരുവനന്തപുരത്തെ പൊതുപരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തു. ഇനി എന്നാണ് സംയുക്ത വാർത്താ സമ്മേളനമെന്ന് നേതൃത്വം അറിയിച്ചിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കേണ്ട സമയത്തും നേതാക്കൾക്കിടയിലെ അസ്വാരസ്യങ്ങൾക്ക് പൂർണ്ണ പരിഹാരമായിട്ടില്ലെന്നാണ് സൂചനകൾ. മീഡിയ 1 തിരുവനന്തപുരം.